തങ്ങളുടെ സ്വന്തമായി കരുതി അനുഭവിച്ച് ജീവിച്ചു പോന്ന ഭൂമി ഇപ്പോൾ അത് കൈവശപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി വർഷങ്ങളായി മുനമ്പം കടപ്പുറത്തെ നിവാസികൾ സമരം ചെയ്യുകയായിരുന്നു. ആ സമരത്തെ കൂടുതൽ ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കുന്നതിനും ഈ സമരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടി KLCയുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ സമ്മേളനം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുക. ഇത് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമ്മേളനമാണ്. പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ വളരെ ജീവൽ പ്രശ്നമായ ഈ മുനമ്പം കടപ്പുറത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമ്മേളനമാണ്. ഇത് ആർക്കെതിരെയും നടക്കുന്ന ഒരു പ്രക്ഷോഭമല്ല, സമരമല്ല. ഗവൺമെന്റിനെതിരെ നമ്മൾ സമരം ചെയ്യുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നമ്മൾ സമരം ചെയ്യുന്നില്ല, ഒരു വ്യക്തിക്കെതിരെയും നമ്മൾ സമരം ചെയ്യുന്നില്ല. നാം ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത് നമുക്ക് ഈ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അനുവദിക്കപ്പെട്ടിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് നാം പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശം, ജീവന്റെ അവകാശം, ഭൂമിയുടെ അവകാശം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രക്ഷോഭത്തെ, നമ്മുടെ സമരത്തെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ് നാം ഇവിടെ ചേർന്ന് നിൽക്കുന്നത്. ആരും അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ കൂടുമ്പോൾ ആർക്കെതിരെയുമുള്ള സമരമല്ല, മറിച്ച് ഞങ്ങളുടെ അവകാശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഇത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിലധികമായി ഈ മുനമ്പം കടപ്പുറത്തെ നിവാസികൾ ഈ ആവശ്യവുമായി സമരം ചെയ്യുന്നു. എവിടേക്കാണ് അവർക്ക് ചെല്ലാൻ അവസരം ലഭിച്ചിട്ടുള്ളത് അവിടെയൊക്കെ അവർ ചെല്ലുകയും അവരുടെ ആവശ്യങ്ങൾ അവർ ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അതിനൊരു പരിഹാരം കാണാൻ ഇന്നും ആർക്കും കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. വഖഫ് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ പേരിലാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ തർക്കം ഉണ്ടായിരിക്കുന്നത്. ഞാനൊരു ചരിത്രം കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ MP ശ്രീ ഹൈബീഡൻ, അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ൽ തങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ ഈ ഭൂമി 1950 ആ ഭൂമിയുടെ ഉടമസ്ഥർ ഫറൂഖ് കോളേജിന് ദാനമായി ഈ ഭൂമി നൽകുന്നത്. 404 ഏക്കറായിരുന്നു ആദ്യം ഭൂമി. അത് പിന്നീട് 114 ഏക്കറോളമായി ചുരുങ്ങി. 1948 കോഴിക്കോട് ആരംഭിച്ച ഈ ഫറൂഖ് കോളേജിന് 48 ആരംഭിച്ച ഫറൂഖ് കോളേജിന്റെ വികസനത്തിന് വേണ്ടിയുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ദാനം എന്ന നിലയിലാണ് അന്നത്തെ ആ ഭൂമിയുടെ ഉടമസ്ഥൻ ഈ ഫറൂഖ് കോളേജിന് ഈ ഭൂമി നൽകുന്നത്. അത് ദാനമായി നൽകിക്കൊണ്ട് തീരാധാരം നൽകി ആ ഭൂമിയിലുള്ള എല്ലാ ക്രയവിക്രയ സ്വാതന്ത്ര്യവും ഈ ഫറൂഖ് കോളേജിന് നൽകിക്കൊണ്ടാണ് ഈ ഭൂമി നൽകുന്നത്. ഈ ഭൂമിയാണ് വഖഫ് എന്ന പേരിൽ ഇപ്പോൾ മുന്നോട്ട് വാദവുമായി വന്നിരിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തി മുസ്ലിം വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി തന്റേതായ സ്ഥാവര ജംഗമ വസ്തുക്കൾ അടങ്ങിയ ആ വസ്തുക്കൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദാനമായി നൽകുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു ടോട്ടൽ ഡെഡിക്കേഷനാണ്, പെർമനന്റ് ഡെഡിക്കേഷൻ. ഒരിക്കൽ വഖഫ് കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് വഖഫ്. പക്ഷെ ഇവിടെ അദ്ദേഹം വാസ്തവത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വഖഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ രീതിയിൽ അതിനെ കണ്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം
ആ തീരാധാരത്തിൽ തന്നെ അദ്ദേഹം ചില വ്യവസ്ഥകൾ എഴുതി ചേർക്കുന്നുണ്ട്. ഒന്ന്, ക്രയവിക്രയ സാധ്യത ഫറൂഖ് കോളേജിന് നൽകുന്നു. രണ്ട്, ഈ ഭൂമി കോളേജിന് ഉപയോഗിക്കാനാവുന്നില്ലെങ്കിൽ അത് തിരിച്ചു തരണം. തനിക്കും തന്റെ പിന്തുടർച്ചാവകാശികൾക്കും തിരിച്ചു തരണം. ഇത് സാധാരണ വഖഫിൽ സാധ്യമല്ല. അപ്പോൾ ഒരു അൺകണ്ടീഷണൽ ഡെഡിക്കേഷനാണ് വഖഫെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ കണ്ടീഷണൽ ഡെഡിക്കേഷനാണ്. ഒരു ഉപാധികളോടെയാണ് അന്ന് ഫറൂഖ് കോളേജ് ഭൂമി കൈമാറിയത്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഫറൂഖ് കോളേജ് ആ ഭൂമി അവിടെ താമസിച്ചിരുന്നവർക്ക് വിൽക്കുന്നത്. ഇങ്ങനെ പണം കൊടുത്ത് 1989 മുതൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ ഫറൂഖ് കോളേജിന് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ആദ്യം അത് ഒന്നാമതേത് അത് ഒരു വഖഫ് ഭൂമി അല്ല. രണ്ട്, എപ്പോഴും 1923 നിയമം എന്താണ്? മുസൽമാൻ വഖഫ് വാലിഡേഷൻ ആക്ട് എന്നാണ്. ആ ഭൂമിക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യം ഉപയോഗിച്ചിട്ടാണ് ഈ ദാനം ചെയ്ത വ്യക്തി എന്ത് ജീവകാരുണ്യ പ്രവർത്തനമാണോ ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കേണ്ടത്. ഭൂമിയിൽ നിന്ന് റവന്യൂ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഭൂമി വെറുതെ കിടക്കുകയാണെങ്കിൽ, ഭൂമിയിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഭൂമി ദാനം ചെയ്ത ആളുടെ ഉദ്ദേശം സബലീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ആ ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഫറൂഖ് കോളേജ് 48 കോഴിക്കോട് കോളേജ് ആരംഭിച്ചു. ഏതായാലും മുനമ്പം കടപ്പുറത്ത് കോളേജ് ആരംഭിക്കാനുള്ള സാധ്യത ഇല്ല. അപ്പൊ കോളേജിന്റെ വികസനത്തിന് വേണ്ടി അവർക്ക് ധനാഗമ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. അതിന്റെ ഫലമായി അവർ ഈ ഭൂമി വിറ്റു. അതിൽ നിന്ന് അവർക്ക് പണം കിട്ടി. അന്നത്തെ ആ നാട്ടിലുണ്ടായിരുന്ന വിലയേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ഇവർ വാങ്ങിയത്, അല്ലെ? വാങ്ങി ആ പണം കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിച്ചു കഴിഞ്ഞു. ഈ വഖഫ് അല്ലാത്ത ഭൂമിയാണ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും വഖഫ് ഭൂമിയാണ്, അത് തിരിച്ചു തരണമെന്ന് വാദവുമായി ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വഖഫ് ഭൂമി അല്ല ഇത്, ഒന്ന്. രണ്ട്, വഖഫ് ഭൂമി ആണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ആരാണോ ഇതിന്റെ ഉടമസ്ഥൻ അവർക്ക് ഇതിനകം തന്നെ പണം കിട്ടിക്കഴിഞ്ഞു. ആ പണം അവർ പലതിനായി ഉപയോഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കൂടുതൽ വിവരിപ്പിക്കുന്നത്, കാരണം ധാരാളം പ്രസംഗരുണ്ട്, അവരെല്ലാവരും ഇത് ഫീൽ ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദശാബ്ദങ്ങളായി ആ ഭൂമിയിൽ താമസിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 610 കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ, ഒരു സഹന സമരത്തിന്റെ തുടക്കം എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തം ഉണ്ടാകണം, ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം, എല്ലാവരുടെയും ഐക്യദാർഢ്യം ഉണ്ടാവണം. ഇവരോടൊപ്പം നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നന്ദി.